മുണ്ടുമൊഴി ഹെവൻസ് ആൻഡ് ഹാബിറ്റ്സ് സ്കൂൾ ചിങ്ങം 1 കർഷക ദിനം ആചരിച്ചു. മുതിർന്ന കർഷകൻ പനക്കൽ കോയച്ചൻ നിലമൊരുക്കലും കന്നുപൂട്ടുമെല്ലാം വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തി. മുണ്ടുമൊഴി ഹെവൻസ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് കർഷക ദിനത്തോടനുബന്ധിച്ച് കൃഷിരീതിയെ പഠിപ്പിക്കാനും പരിചയപ്പെടുത്താനും പരിപാടി സംഘടിപ്പിച്ചത്. മുണ്ടുമൊഴി ചാലിപ്പാടത്ത് കാളപ്പൂട്ട്, വിത്ത് വിതയ്ക്കൽ, ഞാറുനടിൽ, നെൽകൃഷി എന്നിവ നേരിട്ട് കണ്ടതും സ്ത്രീ കർഷക കുഞ്ഞി കൊയ്തെടുത്ത നെൽക്കറ്റകൾ മെതിക്കുന്നതും പതിരും നെല്ലും വേർതിരിക്കുന്നതും ഉരലിട്ട് കുത്തി അരിയാക്കുന്നതും കണ്ടത് വിദ്യാർത്ഥികൾക്ക് ജീവിതത്തിൽ സൂക്ഷിക്കാൻ ഒരു മുതൽക്കൂട്ടായി മാറി. പാടത്തിറങ്ങിയ വിദ്യാർത്ഥികൾ ചേറിൻ്റെ മണവും കൃഷിയെയും തൊട്ടറിയുന്ന രീതിയിലാണ് സ്കൂൾ അധികൃതർ പരിപാടി സംഘടിപ്പിച്ചത്. കർഷക ദിനത്തോടനുബന്ധിച്ചാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. അതിന് പ്രധാനമായിട്ടും കാരണം എന്ന് പറഞ്ഞാൽ പുതിയ ഒരു തലമുറക്ക് പഴമ എന്തായിരുന്നു, കൃഷി എന്തായിരുന്നു, എങ്ങനെയായിരുന്നു അന്ന് ജനങ്ങൾ ജീവിച്ചിരുന്നതെന്നൊന്നും അറിയില്ല. അപ്പം ആ പഴമയുടെ കന്ന് എങ്ങനെയാണ് നെല്ല് കൃഷി ചെയ്തിരുന്നത് എന്നുള്ളത് അവർക്ക് റിയലായിട്ട് ഇപ്പം ആ ഒരു അനുഭവം അവരിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത്. നമ്മുടെ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുട്ടികളോട് നെല്ലെന്താണ്, നെല്ല് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് നെല്ല് അറിയില്ല. ആ നെല്ലിൽ നിന്നാണ് പലതരം അരികൾ ഉണ്ടാവുന്നത്, അരികൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് അവർക്ക് അറിയാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് തോന്നി എന്തായാലും കുട്ടികളത് അനുഭവിക്കണം എന്നുള്ളത്, കണ്ട് മനസ്സിലാക്കണം എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങൾ ഇന്നലെ നെല്ല് കുത്തലും അതിൽ നിന്ന് അരി സെപ്പറേറ്റ് ചെയ്തിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുകയും പണ്ട് കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഉപയോഗിക്കുന്ന ഒലക്ക, ഉരൽ, അതേപോലെ പറ, മുറം, അങ്ങനെയുള്ളതൊക്കെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നും നമ്മൾ വയലിലേക്ക് വന്നതും കന്ന് എങ്ങനെയാണ് പാടം ഉഴുന്ന് മറിക്കുന്നതെന്നും കലപ്പെന്താ കരി എന്താന്നുള്ളത് അറിയാത്ത അതൊക്കെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഇതിന് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. മനുഷ്യന് എല്ലാ നിലക്കും വികസിക്കുമ്പോഴും പ്രത്യേകിച്ചും ടെക്നോളജി പരമായിട്ട് ഒരുപാട് വികസനം മനുഷ്യനുണ്ടെങ്കിൽ പോലും പഴമ, പ്രത്യേകിച്ച് കൃഷി എന്നുള്ളത് നമ്മുടെ നടുന്തൂണാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ നമുക്കറിയാം. എല്ലാ സാധനങ്ങളും എന്താ പറയുക, അരി, പച്ചക്കറികൾ എല്ലാം അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരണം. അത് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ പട്ടിണി. അവിടുന്ന് ഇങ്ങോട്ട് വരവ് കുറഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് കൂടുന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ കുട്ടികളെ അവരെ ചെറിയ പ്രായത്തിൽ തന്നെ പഴമകളെ അനുഭവത്തിലൂടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവരെ പരിചയപ്പെടുത്തുക. അതുപോലെ തന്നെ വീടുകളിൽ അവർക്ക് കൃഷിയുടെ ചില തുടക്കങ്ങൾ നൽകുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഹെവൻസ് പ്രത്യേകിച്ചും ഈ കർഷക ദിനത്തോടനുബന്ധിച്ച് ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചത്. ഇത് യഥാർത്ഥത്തിൽ അവരുടെ സിലബസിൽ തന്നെ നമ്മൾ പുസ്തകത്തിലുള്ള പാഠങ്ങൾ ശീതീകരിച്ച റൂമുകളിലിരുന്ന് നമ്മൾ ഒരുപാട് പഠിക്കുന്നതിനോടൊപ്പം പുറത്തേക്കിറങ്ങി, പാടത്തേക്കിറങ്ങി, മണ്ണിലേക്കിറങ്ങി ഒരു അനുഭവങ്ങളിൽ നിന്നുള്ള പഠനം അത് കുട്ടികളിലേക്ക് കിട്ടുമ്പോഴാണ് അവരുടെ ജീവിതം സാർത്ഥകമാകുക. ആ രീതിയിൽ കൃഷിയെ സ്നേഹിക്കാനും അവരിൽ കൃഷിയെക്കുറിച്ച് ഇഷ്ടം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ദിവസം അവർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയത്. നെല്ല് എങ്ങനെയാണ് വിളയിച്ചെടുക്കുന്നത് എന്ന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഒരു ഫീൽഡ് ട്രിപ്പ് എന്ന അടിസ്ഥാനത്തിലാണ് ഇവിടെ നമ്മൾ കുട്ടികളെ ഇവിടെ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പാഠം കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുകയും അതൊരു പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികളെ ഇന്നിപ്പോൾ ഇവിടെ ഫീൽഡിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കുട്ടികളെല്ലാവരും നെൽകൃഷിയെക്കുറിച്ച് മനസ്സിലാക്കുകയും എങ്ങനെയാണ് നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്, ഈ നെല്ലാണ് നമുക്ക് ഭക്ഷണമായിട്ടും ഉച്ചയ്ക്ക് ഭക്ഷണം ചോറായിട്ടും ഒക്കെ നമ്മൾ കഴിക്കുന്നത് എന്ന കുട്ടികൾക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കുക എന്നാണ് ഈ പ്രവർത്തനത്തിൻ്റെ പിന്നിൽ ഞങ്ങൾ ഉദ്ദേശം വെച്ചിട്ടുള്ളത്. ഉരല്, ഉലക്ക, പറ, ഇടങ്ങഴി, നാഴി, വെള്ളിക്കോൽ, ത്രാസ് എന്നിവ നേരിൽ കണ്ടത് പഴയ കാലത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ അവസരമൊരുക്കി. പ്രിൻസിപ്പൽ ഫൗസിയ ടീച്ചർ, വൈസ് പ്രിൻസിപ്പൽ ആമിന, ലുബ്ന, റംല, ലുബൈബ, ഷഹന, ഹെന്ന അബ്ദുള്ള, സഹന, ലുബ്ന, റസീന, CEO ഷൗക്കത്ത്, മറ്റ് അസിസ്റ്റന്റുമാർ, മറ്റു മാനേജ്മെന്റ് പ്രതിനിധികളും PTA ഭാരവാഹികളുടെയും സഹകരണത്തോടെയാണ് കർഷക ദിനം ആഘോഷിച്ചത്. ന്യൂസ് 10 വാഴക്കാട്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.